ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു പോത്തിൻ തല വരട്ടിയതിൻ്റെ റെസിപ്പി കണ്ടാലോ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇറച്ചിക്കറിക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പോലെ സവോളയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ഇട്ട് കൊടുത്തു. പിന്നെ 2-3 പച്ചമുളകൊന്ന് കീറിയതും ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. അതൊന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പോത്തിൻ തല കട്ട് ചെയ്തത് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി. എന്നിട്ട് വലിയ ജീരകവും കറുകപ്പട്ടയും ഏലക്കയും ഗ്രാമ്പുവും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി ആ ഇറച്ചിയിലൊന്ന് പിടിക്കുന്ന പരുവത്തിന് വരെ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ആ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതെല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തു, ആ മഞ്ഞൾപ്പൊടിയും ആ ഇറച്ചിയിൽ പിടിക്കുവാൻ വേണ്ടി. എന്നിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി വറുത്തു മാറ്റി വെച്ചിരുന്നു. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഈ ടൈമിലൊക്കെ ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് വെച്ചിരുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ആ ഇറച്ചിയിലെല്ലാം ഒന്ന് പിടിച്ചു വന്നപ്പോൾ നല്ല ചൂടുവെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി അതെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരടപ്പ് കൊണ്ട് ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുത്തു. ഞാനിത് അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇതെല്ലാം ഒന്ന് അടിക്ക് പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തു ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഞാനിത് അടച്ച് വെച്ച് വേവിച്ചു. എനിക്ക് തോന്നുന്നു ബീഫും പോത്തും ഒക്കെ വേവുന്നതിനേക്കാട്ടിലും വേഗത്തിൽ ഇതിൻ്റെ തല എനിക്ക് വെന്ത് കിട്ടിയതായിട്ട് തോന്നി. അധിക സമയം അങ്ങനെ വെച്ചിരുന്ന് വേവിക്കേണ്ടതായിട്ട് തോന്നിയില്ല, പെട്ടെന്ന് വെന്ത് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ഞാനത് വീണ്ടും വേവിച്ചെടുത്തു. വേവിച്ച് ഈ ഗ്രേവി എല്ലാം ഒന്ന് പറ്റി ഒരു സെമി ഗ്രേവി ആയപ്പോഴാണ് ഞാനിത് ഓഫ് ചെയ്തത്. ഒത്തിരി അങ്ങ് കൊഴുപ്പുമില്ലായിരുന്നു, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.